ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഹരേൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുകയാണ്. ദശമസ്കന്ധത്തിൽ നിന്നും നമുക്ക് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുन्मिलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं. देहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं साग्ररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सद्गुणविद्याश्रीशाखान्वितं च. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपदाय स्वामिनिधि नामिने नमाचार्यपादाय ताय गुरुप्रदायिने गौरीगतादाय गुरुग्रन्थाय. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणी निर्विशेषशून्यवादी पाश्चात्यदेशतारिणी. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने शिवाशवानवी देवी जयदाय कृपाब्धिये कृष्णसम्बन्धविज्ञानादायिने प्रभवे नमः. माधुर्योज्ज्वलप्रेमाढ्या श्रीरूपानुगभक्तिदा श्रीगौरकरुणाशक्ति विग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते दिनतारिणे रूपानुगविरदावसिद्धान्तदण्डहारिणे. नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भूमिपादाम्बुजायते नमः. नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवरायते. गौराविर्भावभूमेस्तुं निर्दिष्टसज्जनप्रिय वैष्णव सर्वभौम श्रीजगन्नाथाय नमः. नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरकृष्णाय. पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं. वंशाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते. जयदां सुरदो पङ्गोर्मम मन्दमतेर्गति मत्सर्वस्वपादाभुजो राधामदनमोहनो दिव्यद्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीतप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. लोकं करोति वाचालं पंगं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. അപ്പോൾ പരീക്ഷിത് മഹാരാജ ഭഗവാനെക്കുറിച്ച് ശുകദേവ് ഗോസ്വാമിയോട് ചോദിക്കാം. ശുകദേവ് ഗോസ്വാമി പറഞ്ഞു, പരീക്ഷിത്തെ, നിനക്ക് സ്വാഭാവികമായിട്ടും വാസുദേവനോട് വലിയൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി എപ്പോഴും ആധ്യാത്മികതയിൽ ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു ആകർഷണം ഒരിക്കലും തീരാത്തതാണ്, ഏറ്റവും പവിത്രമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ട് ശുകദേവ് ഗോസ്വാമി പറയുന്നു,
ഭഗവാന്റെ തൃപാദത്തെ കഴുകിയ ജലം, ഗംഗാജലം, ത്രിലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അതേപോലെ വാസുദേവ കൃഷ്ണനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഭഗവാന്റെ ലീലകളുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ചോദ്യങ്ങൾ, അത് 3 തരത്തിലുള്ള ആൾക്കാരെയും ശുദ്ധീകരിക്കുന്നു. സംസാരിക്കുന്ന വ്യക്തിയും, ആര് ചോദിക്കുന്നു അവർക്കും, ആര് കേൾക്കുന്നു അവർക്കും. അതായത് സംസാരിക്കുന്ന ആളും ശുദ്ധീകരിക്കപ്പെടുന്നു, ചോദിച്ച ആളും ശുദ്ധീകരിക്കപ്പെടുന്നു, മറ്റിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പരീക്ഷിത മഹാരാജും ശിവദേവ് ഗോസ്വാമിയായിട്ടുള്ള സംവാദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വർഷങ്ങളായിട്ട്, ഇനി എത്ര വർഷങ്ങൾ ഭാഗവതം ഈ ലോകത്തിൽ, അത് അനന്തകാലത്തോളം ഉണ്ടായിരിക്കും. അനന്തകാലത്തോളം ആരൊക്കെ ചർച്ച ചെയ്യുന്നു അവരൊക്കെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സിനിമ ആരംഭിക്കുകയാണ് അല്ലേ? അപ്പോൾ ഡയറക്ടറായ ശിവദേവ് ഗോസ്വാമി നമ്മളെ ആ സിനിമയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് 5000 വർഷം മുമ്പേ സംഭവിച്ചത്? ഒരിക്കൽ ഭൂമിദേവി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഭൂമിദേവിക്ക് കോടാനുകോടി യോദ്ധാക്കൾ ഭൂമിയിൽ ജനിച്ചിരുന്നു, വലിയ വലിയ രാജാക്കന്മാരായിട്ടൊക്കെ. ഇവരൊക്കെ പൂർവ്വജന്മത്തിൽ വലിയ വലിയ അസുരന്മാരായിരുന്നു, രാക്ഷസന്മാരായിരുന്നു. അവരെല്ലാം രാജാക്കന്മാരായി ഭൂമിയിൽ ജനിച്ചു. ഇത്രയും അധർമ്മികളായിട്ടുള്ള വ്യക്തികൾ ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് വലിയ ഭാരം അനുഭവപ്പെടുകയാണ്. ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ചു. ഒരുപാട് ദുഃഖിതയായി കരഞ്ഞുകൊണ്ട് ബ്രഹ്മദേവന്റെ മുമ്പിൽ പോയി. എന്നിട്ട് ദേവിയുടെ പരിതാപാവസ്ഥ പറയുകയാണ്. ദേവിയുടെ ആ ദുഃഖത്തെക്കുറിച്ച് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ, ഭൂമിദേവിയും മഹാദേവനും എല്ലാ ദേവന്മാരും കൂടെ ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണ്. ക്ഷീരസാഗരത്തിൽ എത്തിയപ്പോൾ ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിനെ, പരമദിവ്യോത്ത പുരുഷനായ ഭഗവാന്റെ വിഷ്ണു രൂപത്തെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ ഭഗവാനെ, എല്ലാ ദേവന്മാരുടെയും അധിപനായ ഭഗവാനെ, എല്ലാവരുടെയും പരിപാലനം ചെയ്യുന്ന ഭഗവാൻ, എല്ലാവരുടെയും ദുഃഖത്തെ ശമിപ്പിക്കുന്ന ആ ഭഗവാൻ, വളരെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭഗവാനെ ആരാധിച്ചു. ക്ഷീരസാഗരത്തിലുള്ള ആ ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ട് പുരുഷ സൂക്തം പറഞ്ഞ് ആരാധിച്ചു. അങ്ങനെ ധ്യാന നിമഗ്നായിട്ടിരിക്കുന്ന ആ ബ്രഹ്മദേവന് ഭഗവാന്റെ വാക്കുകൾ ഹൃദയത്തിൽ കേട്ടു. ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരെ, ഭഗവാൻ എനിക്ക് നൽകിയ ആ സന്ദേശത്തെ എല്ലാവരും ശ്രവിച്ചാലും. ബ്രഹ്മദേവൻ പറഞ്ഞു, അതുകൊണ്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വശക്തിയാൽ. ഭഗവാൻ അവതരിക്കുന്ന ആ സമയത്ത് എല്ലാ ദേവന്മാരും അവരവരുടെ വിസ്തരണങ്ങളാൽ ഇടയ്ക്ക് ഇന്റർനെറ്റ് കട്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വിസ്തരണങ്ങളാൽ യദുകുലത്തിൽ അവതരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭഗവാന്റെ സമ്പൂർണ്ണ ശക്തിയായിട്ട് സ്വയം വസുദേവരുടെ മകനായിട്ട് അവതരിക്കാൻ പോവുകയാണ്. എല്ലാ ദേവന്മാരുടെ പത്നിമാരും പല പല രൂപങ്ങളെടുത്ത് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഭൂമിയിൽ അവതരിക്കാൻ പറയുകയാണ്. വിസ്തൃണമായ സംഘർഷൻ, അനന്തൻ എന്നറിയപ്പെടുന്ന ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. ആ ഭഗവാന്റെ രൂപം ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പായിട്ട് ബലദേവനായിട്ട് അവതരിക്കുമെന്ന് പറയുന്നു. ഭഗവാന്റെ സേവനത്തിനായിട്ട്, ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ സഹായിക്കാനായിട്ട്. എന്നിട്ട് ഭഗവാന്റെ ശക്തി, വിഷ്ണുമായ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ശക്തി, അന്നേരം പൊതുവെ വിഷ്ണുമായ എന്ന് പറയുമ്പോൾ കുട്ടിച്ചാത്തനെയാണ് എല്ലാവരും, പക്ഷെ അതല്ല, ഇത് ഭഗവാന്റെ ശക്തി. കുട്ടിച്ചാത്തൻ ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ല. കുട്ടിച്ചാത്തൻ ഭൂതഗണങ്ങളിൽ ഒരാളാണ്. മഹാദേവന്റെ മുമ്പിൽ പോലും കുട്ടിച്ചാത്തനൊന്നുമല്ല. ഇത് വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ യോഗമായ ഭഗവാന്റെ ദേവിയാണ് എന്ന് മനസ്സിലാകും. അപ്പം ഭഗവാന്റെ ശക്തിയായ വിഷ്ണുമായ സ്വയം ഭഗവാന്റെ ലീലകളിൽ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി അവതരിക്കുന്നതായിരിക്കും. അന്നേരം ചില വ്യക്തികൾ ഭഗവാന്റെ ശക്തിയെ ഭഗവാനെക്കാട്ടിയും ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ശക്തിയെക്കാട്ടിയും
ശക്തി കൂടുതൽ ശക്തിയുടെ സ്രോതസ്സിലായിരിക്കും, അല്ലേ? ഇപ്പോൾ നമ്മളൊരു പന്തെടുത്ത് എറിയുമ്പോൾ നമ്മുടെ ശക്തി ആ പന്തിൽ വരികയാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അത്രയും ശക്തി മാത്രമേ ഉള്ളൂ, ഒരു പന്തെറിയാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ എന്നല്ലല്ലോ. ആ പന്തെറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമ്പൂർണ്ണ ശക്തി ഉപയോഗിക്കാറില്ല. അതേപോലെ ഭഗവാൻ അനന്തമായ ശക്തികളുണ്ട്. അതിൽ ഒരു ശക്തിയാണ് യോഗമായ എന്ന് പറയുന്നത്. അത് ദൈവം ഇത് മനസ്സിലാക്കും. ചിലവർ പറയുന്നു എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, ശക്തി ഇല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ശക്തിക്ക് എപ്പോഴും ഒരു സ്രോതസ് ഉണ്ടായിരുന്നു. ശക്തി മാത്രമായിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ശക്തി എപ്പോഴും ഏതെങ്കിലും ഒരു സോഴ്സിൽ തന്നെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കും. വ്യക്തികൾ പറയും ശക്തിയെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല, ശക്തിയെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ശക്തിയെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനും അതിലേക്ക് ആരെങ്കിലും ഒരു പ്രവർത്തിക്കണമെന്ന്. ശക്തി മാത്രമായിട്ട് ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. ഇപ്പം ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, ആ ഇലക്ട്രിക്കൽ എനർജിയെ യൂസ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും പ്രവർത്തിക്കണ്ടേ, അല്ലേ? അതിനായിട്ട് ആരെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യണ്ടേ? അതുകൊണ്ട് ശക്തിക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, അത് ദൈവിയാണ്. പക്ഷെ ആ ശക്തിയുടെ സ്രോതസ്സും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശക്തി ഇല്ലാതെ ശക്തിമാൻ പ്രവർത്തിക്കത്തില്ല എന്നല്ല, ശക്തിമാനും ശക്തിയായിട്ട് ഒരിക്കലും അകറ്റാൻ കഴിയില്ല. സൂര്യനെയും സൂര്യരശ്മിയെ പോലെയാണ്. സൂര്യനില്ലാതെ സൂര്യരശ്മിയില്ല, പിന്നെ സൂര്യരശ്മി ഇല്ലാതെ സൂര്യനും ഇല്ല എന്നും കൂടെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ എല്ലാവരും നേരെ തിരിച്ചു മാത്രമേ പറയാറുള്ളൂ. ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുന്നു, പക്ഷെ സ്രോതസ് ഇല്ലാതെ ശക്തിയും ഇല്ല. ശക്തി മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഭഗവാൻ ഇല്ലാതെ ശക്തിയും പ്രവർത്തിക്കത്തില്ല. ഭഗവാൻ ഇല്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ഭഗവാനും ഇല്ല. ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതായത് അഗ്നിയും അഗ്നിയുടെ പ്രകാശവും അഗ്നിയുടെ ചൂടും ഇത് ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു. സൂര്യനും സൂര്യരശ്മി അതേപോലെ. ഇവിടെ വിഷ്ണുമായ എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടിച്ചാത്തനെ അല്ല. കുട്ടിച്ചാത്തൻ അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ് വിഷ്ണുമായ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിന് ശാസ്ത്രത്തിൻ്റെ ഒരു ആധികാരികതയില്ല. പിന്നെ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ആരാധനകൾ, ആൾക്കാർ ഇങ്ങനെയുള്ള ആരാധന, തമോഗുണത്തിലുള്ള ആരാധനയിലായിരിക്കും കൂടുതൽ താല്പര്യം ആൾക്കാർക്ക്, അവരവരുടേതായിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. ഇവിടെ എന്നിട്ട് ഇത് വിഷ്ണുമായെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ശക്തിയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു ഭഗവാന്റെ ശക്തി ഭഗവാനെ പോലെ ശക്തമാണെന്ന്. കാരണം ഭഗവാന്റെ ശക്തിയല്ലേ. അന്നേരം ഭഗവാന്റെ ശക്തിയും ഭഗവാനോടൊപ്പം അവതരിക്കുന്നതായിരിക്കും. പല രീതിയിലും ഈ ലോകത്തെ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് ദൈവം വരുന്നു എന്ന് പറയുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ പല കാര്യങ്ങൾക്കായിട്ട് ഈ ഭൂമിയിൽ ദേവി അവതരിക്കാൻ പോവുകയാണ് എന്ന് ബ്രഹ്മദേവൻ പറയുക. അപ്പോൾ ശക്തി ആരാധന അതുവരെ ഇല്ലായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ അവതരിക്കുന്നതിനോടൊപ്പം ദേവിയും കൂടെ അവതരിക്കുമ്പോഴാണ് ശക്തി ആരാധന ഈ ഭൂമിയിൽ ആരംഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഇങ്ങനെ ദേവന്മാർക്ക് ഉപദേശം നൽകി ബ്രഹ്മദേവൻ ഭഗവാന്റെ ആ സന്ദേശത്തെ കൊടുത്തു. ഭൂമി ദേവിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ആ ബ്രഹ്മദേവൻ പ്രജാപതി എല്ലാ മറ്റുള്ള പ്രജാപതിമാരുമായിട്ട് ബ്രഹ്മലോകത്തേക്ക് തിരിച്ചുപോയി. ഇനി നമ്മൾ മഥുരയിലേക്ക് പോവുകയാണ്. അവിടെ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. യദുകുലത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശൂരസേനൻ മഥുരയിൽ താമസിക്കുകയായിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 സ്ഥലങ്ങളുണ്ടാണ്. ഒന്ന് ശൂരസേനൻ എന്ന് പറയുന്നൊരു സ്ഥലവും മഥുരയും. അന്നേരം യദുകുലത്തിൻ്റെ അന്തകഭോജക അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അന്നേരം അതിൻ്റെ എല്ലാം തലസ്ഥാനമായിരുന്നു മഥുര. എല്ലാ യദുക്കളുടെയും യാദവ് കുലത്തിൻ്റെയും തലസ്ഥാനമായിരുന്നു മഥുര. പിന്നെ മഥുര എന്ന് പറയുന്നത് ഒരു നിത്യധാമമാണ്. അവിടെ ഭഗവാൻ ഇന്നും വസിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ ആധ്യാത്മിക ധാമം തന്നെയാണ് ഭൂമിയിൽ അവതരിക്കുന്നത്. അങ്ങനെ ശൂരസേനൻ്റെ ആ ഒരു വംശത്തിൽ വരുന്ന വസുദേവർ ദേവകിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ രഥത്തിൽ കയറി വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് പോവുകയായിരുന്നു ദേവകി അമ്മയായിട്ട്. ഉഗ്രസേന മഹാരാജാവിൻ്റെ മകനായ കംസൻ സഹോദരി ദേവികയെ സന്തോഷിപ്പിക്കാനായിട്ട് രഥം ഓട്ടിക്കുകയാണ്. ചുറ്റും ഒരുപാട് സ്വർണ്ണ രഥങ്ങളുമുണ്ട്. ദേവകി അമ്മയുടെ അച്ഛനായ ദേവകൻ ദേവകി അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അങ്ങനെ വിവാഹത്തിന് ആ സമയത്ത് ഉപഹാരമായിട്ട് 400 ആനകൾ, സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആനകൾ, 10,000 കുതിരകൾ, 1800 രഥങ്ങൾ, 200 അതീവ സുന്ദരിമാരായിട്ടുള്ള തരുണികൾ, തോഴിമാരായിട്ട് ഇവരെ ഉപഹാരമായിട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് ശുകദേവ ഗോസ്വാമി പറയുന്നു, പ്രിയ പരീക്ഷത്തെ, എല്ലാവരും ഇങ്ങനെ രഥം മുന്നോട്ട് ഓടിക്കാനായിട്ട് തയ്യാറായി നിന്നപ്പോൾ പലതരത്തിലുള്ള വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കപ്പെട്ടു. കൊട്ടുകളും കൊട്ടുമേളവും എല്ലാം അവിടെ എല്ലാം ഒരു ശുഭ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു. കംസൻ കുതിരകളുടെ ആ ഞാണും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ കംസൻ രഥം ഇങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ്. മൂഢനായ കംസ, നീ ആരെ രഥത്തിൽ ഇരുത്തി ഓട്ടിക്കുകയാണോ, ഇതേ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കുന്നു. കംസൻ എന്ന് പറയുന്നത് ഭോജകുലത്തിലെ വളരെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പാപിയായിരുന്നു. എല്ലാവരോടും പകയും വിദ്വേഷമുള്ള. എന്നാൽ ഈ ഒരു അശരീരി കേട്ടപ്പോൾ ഉടൻ തന്നെ ഒട്ടും ചിന്തിക്കാതെ ഇത്രയും നേരം സ്നേഹത്തോടെ ഏത് പെങ്ങളെയായിരുന്നോ രഥത്തിലിരുത്തി സ്വയം രഥം ഓട്ടിച്ചുകൊണ്ടിരുന്ന അതേ പെങ്ങളുടെ തന്നെ മുടി കയറി പിടിക്കുകയാണ് ഇടത് കൈ കൊണ്ട്. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് വാളെടുത്ത് പൊക്കുകയാണ് ദേവകി അമ്മയുടെ തല ഇറക്കാനായിട്ട്. അപ്പോൾ കംസനെ ശാന്തനാക്കാൻ, തടയാൻ, ഇത്രയും ക്രൂരനായ ഒരു നാണം കെട്ട ഇവനെ തടയാനായിട്ട് വസുദേവർ, അതായത് ഭഗവാന്റെ അച്ഛൻ, വളരെ മധുരമായിട്ടുള്ള രീതിയിൽ കംസനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. കംസ, നീ നമ്മുടെ കുലത്തിലെ അഭിമാനമാണ്, ഭോജകുലത്തിലെ. എത്രയോ വീരന്മാർ അങ്ങയുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഇത്രയും സദ്ഗുണസമ്പന്നനായ നീ എങ്ങനെയാണ് ഒരു സ്ത്രീയെ വധിക്കുക, അതും നിന്റെ സ്വന്തം പെങ്ങളെ, അതും ആ പെങ്ങളുടെ ആ വിവാഹ സമയത്ത്? ജനിക്കുന്ന വ്യക്തി എന്തായാലും ഒരു ദിവസം മരിക്കും. കാരണം നമ്മൾ ജനിക്കുന്നതേ മരണത്തിൻ്റെ ഒരു ഡേറ്റുമായിട്ടാണ്. ഒരു വ്യക്തി ഇന്ന് മരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 100 വർഷത്തിന് ശേഷം. പക്ഷെ മരണത്തെ ആർക്കും തടയാൻ കഴിയില്ല. ഈ ഒരു ശരീരം പൊടിയാകും, 5 മൂലകങ്ങളിൽ ചേരും. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു എന്നതിൽ ഇത് ചേരാൻ പോവുകയാണ്. അന്നേരം ഇതിനകത്തുള്ള ആ ഒരു പ്രാണൻ അടുത്ത ശരീരത്തിലേക്ക് പോവുകയാണ്, അവരവരുടെ പ്രവൃത്തി അനുസരിച്ച്. അന്നേരം ഒരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ശരീരം ലഭിക്കും. ഒരു വ്യക്തി നടക്കുന്ന സമയത്ത് ഒരു കാല് പുറകെ വെച്ചിട്ട് മുന്നോട്ടൊരു കാല് വയ്ക്കും. എന്നിട്ട് പുറകിലുള്ള കാല് വീണ്ടും പൊക്കിയിട്ട് അടുത്ത കാലിലേക്ക് വയ്ക്കും, അല്ലേ? ഒരു പുഴു ഒരു ഇല മാറി അടുത്ത ഇലയിലേക്ക് പോകുന്നത് പോലെയാണ്. അതേപോലെ ബദ്ധാത്മാവ്
ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഞാനിങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ഇവിടെ പറയുന്നു, ഉദാഹരണം പറയുന്നു വസുദേവർ. നമ്മൾ ഇതുവരെയും കണ്ടതും കേട്ടതും അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതിൽ ആ ചിന്തയിൽ മഗ്നരായിട്ടിരിക്കും. ആ ചിന്തിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ മറക്കുന്നു, അല്ലേ? ചില എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ മറന്നിട്ട് നമ്മുടെ ചിന്തയിൽ മഗ്നരായിട്ടിരിക്കും. അതേപോലെ വേറൊരു ഉദാഹരണം പറയുന്നു. രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ കിടക്കുകയാണ് എന്നുള്ളൊരു കാര്യം മറന്നു പോവുകയാണ്, അല്ലേ? അന്നേരം അതേപോലെ ഒരു വ്യക്തി ഇപ്പോഴത്തെ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതേപോലെ നമ്മൾ എന്തു പറ്റും, പുതിയൊരു ശരീരത്തിലേക്ക് നമ്മൾ മരണത്തോടു കൂടി യാത്ര ആരംഭിക്കുകയാണ് പറയുന്നത്. ഒരു മിനിറ്റ്, ഇത് നെറ്റ് കുറച്ച് സ്ലോ, അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതായത് ഇതിനു മുമ്പേ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ശരീരത്തിലേക്ക് പോകുന്നു. അന്നേരം മരണസമയത്ത് ഒരു വ്യക്തി എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ഉള്ളിൽ ആ ഭാവമുള്ളത്, ഉറച്ച തീരുമാനമെടുത്തത്, മനസ്സിലായില്ലേ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ, ആ സമയത്ത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ വികാരഭരിതരായിട്ടിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഉറച്ച തീരുമാനത്തിലിരിക്കുന്നത്, അതെല്ലാം നമ്മുടെ കർമ്മബന്ധനങ്ങളനുസരിച്ച് അടുത്തൊരു ശരീരം ലഭിക്കും. അന്നേരം മരണസമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്തിനെക്കുറിച്ചാണ് നമ്മൾ വികാരഭരിതരായിട്ടിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് ഉറച്ച തീരുമാനത്തിലിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കത്തില്ലേ? അതേപോലെ, അതായത് തുടർച്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മനസ്സുറയ്ക്കും, അല്ലേ? അന്നേരം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്നിട്ട് ആ ചിന്ത കുറച്ചും കൂടെ സ്ട്രോങ് ആകുമ്പോൾ ആ ചിന്തയെക്കുറിച്ചുള്ള വികാരം ശക്തമാകുന്നു. കറക്റ്റല്ലേ? ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് ഭഗവാനോട് ഒരു വികാരവും കാണത്തില്ല. ഭഗവാൻ ഒരു നിർജീവ വസ്തുവായിട്ടാണ് കാണുന്നത്. തൊഴുവൊക്കെ ചെയ്യും, പക്ഷെ ഭഗവാനോട് ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഇല്ല. അതിൻ്റെ കാരണം എന്താ? ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളില്ല. അതാണ് മെയിൻ. ഞാൻ ചിലപ്പോൾ സത്സംഗത്തിൽ ഇങ്ങനെ ഭക്തരെല്ലാവരും ഇരിക്കുമ്പോൾ സത്സംഗം എടുക്കുകയും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ലാത്ത, നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്സാഹമില്ലാത്ത? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. എൻ്റെ അർത്ഥം എന്താ? മുന്നിലുള്ള വ്യക്തികൾ അത്രത്തോളം ഡീപ്പായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളെ കുറിച്ച് ഇത്രയും ഫീലിങ്സും ഇമോഷൻസും എന്തുകൊണ്ട് വരുന്നു? മക്കളോട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് മക്കളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ അധികം ചിന്തിക്കുന്നത് ആ വിഷയത്തിൽ നമ്മൾ ആസക്തരാകും. അപ്പോൾ ആ ഒരു വസ്തു, ആ ഒരു വ്യക്തി ഉള്ള ഫീലിങ്സ് വർദ്ധിക്കും. ആ ഫീലിങ്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. എന്താണ്? ഇത് ചെയ്യണം, അത് ചെയ്യണം, ആ വ്യക്തിക്ക് വേണ്ടി ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ. അതായത് തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്, അതാണ് പൊതുവെ ഒരു പ്രോസസ്സ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ പിന്നെ അതിലേക്ക് ആവുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ വസുദേവർ അതാണ് പറയുന്നത്. എന്തിനാണ് ഇത് കംസന് പറഞ്ഞു കൊടുക്കുന്നത്? അതായത് നമ്മുടെ ഈ ശരീരമല്ല പെർമനൻ്റ് ആയിട്ടുള്ളൊരു വസ്തു, താൽക്കാലികമാണ്. നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ അവസ്ഥയെ മറന്നു പോകുന്നുണ്ട്. ഇത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അല്ലെങ്കിൽ തെളിവാണ് നമ്മൾ ശരീരമല്ല എന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യക്തി ശരീരത്തെ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോൾ ശരീരത്തെ മറന്ന് ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നത് അതെല്ലാം മറന്നു പോകല്ലേ? ബോധം വേറെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. അതായത് നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മുടെ ബോധം മാറും. നമ്മുടെ മനസ്സിൽ ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് ആഴത്തിൽ, ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധവാനായിട്ട് നമ്മൾ. അതുകൊണ്ടാണ് കൃഷ്ണാനുഭവത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നോ, ആഴത്തിൽ ചിന്തിക്കുന്നോ, ശ്രദ്ധിച്ച് ചിന്തിക്കുന്നോ, അപ്പോൾ എന്ത് പറ്റും? ആ വിഷയത്തെക്കുറിച്ചുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ ജാഗ്രതമാവും. ഫീലിങ്സ്, ഇമോഷൻസ് ജാഗ്രതമാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് നമ്മൾ കിടക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ അതേപോലെ, അതായത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ പല പല ചിന്തകൾ മഗ്നരായിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തെ മറന്നു പോകാറുണ്ട് അല്ലേ? അതുകൂടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ മറക്കാറുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ശരീരമല്ല. അപ്പോൾ അതേപോലെ മരണസമയത്തും നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആഴത്തിൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മളുടെ ഉള്ളിൽ വികാരം ശക്തമായിട്ടുള്ളത്, എന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ഉള്ളിൽ ഉറച്ച തീരുമാനമുള്ളത്, അത് പ്രത്യേകിച്ചും കർമ്മബന്ധനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇതുവരെ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അതിനനുസരിച്ചായിരിക്കും ഒരു ശരീരം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ വസുദേവർ പറയുന്നു, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നമുക്കൊരു ശരീരം ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും, എന്തിനേറെ പറയുന്നു, മരണത്തിന് ശേഷം പുതിയൊരു ശരീരത്തെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരം മാറുന്നത്. ഒന്നാലോചിച്ചു. മരണം വരെയല്ല, മരണത്തിന് ശേഷമല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ നിമിഷം പോലും നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനനുസരിച്ച് മാറുന്നു. നമ്മൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരും. നമ്മൾ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ആയുസ് വർദ്ധിക്കും. നമ്മൾ ദുഷ്പ്രവൃത്തികൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് ശരീരത്തെ ബാധിക്കും. സത്പ്രവൃത്തികൾ ചെയ്യുമ്പം ആരോഗ്യം ബെറ്ററാവും. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥയിലും നമ്മുടെ ശരീരം മാറുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ചാണ്. അല്ലെങ്കിൽ പിന്നെ ആത്മാവ് എപ്പോഴും ഈ ശരീരത്തിൽ തന്നെ ഇരിക്കേണ്ടതല്ലേ എന്ന് വസുദേവർ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എത്ര കാലമാണ് നമ്മുടെ മനസ്സ് നമ്മളെ ബാധിക്കുന്നത്? നമ്മൾ സ്വരൂപസിദ്ധി ലഭിക്കുന്നത് വരെ. സ്വരൂപസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ യഥാർത്ഥ ആധ്യാത്മിക ശരീരം ലഭിക്കുന്നത് വരെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അന്നേരം മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് പുതിയ പുതിയ ശരീരങ്ങൾ ഈ ജന്മത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം ഓരോ നിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ സെല്ലുകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? വൃദ്ധാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഇതെല്ലാം മനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിനനുസരിച്ച് കാലചക്രം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിൽ നമ്മൾ ഇങ്ങനെ മഗ്നരായിട്ടിരിക്കുമ്പോൾ കാലചക്രം നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തു പറ്റും? വൃദ്ധാവസ്ഥ, മരണം നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകും. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവത് ചിന്തകളിൽ മഗ്നനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആധ്യാത്മിക സ്വരൂപം ഉള്ളിൽ ലഭിക്കും. പുറമേ ശരീരം നശിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഉള്ളിൽ പുതിയൊരു ക്രിയേഷൻ ആരംഭിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ശരീരം പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് നശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ലോകത്തേക്ക് പോകാൻ പറ്റും. അതായത് ആത്മാവിന് എന്തായാലും ഒരു ശരീരം വേണം. ആധ്യാത്മിക ശരീരം ആധ്യാത്മിക ലോകത്തേക്ക്, ഭൗതിക ശരീരം ഭൗതിക ലോകത്തേക്ക്. അപ്പോൾ നമുക്ക് ഭൗതിക ശരീരം എന്തായാലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നശിക്കാനുള്ളതാണ് ഈ ശരീരം. ഉദിച്ച സൂര്യൻ അസ്തമിക്കണം. അതേപോലെ ഈ ഭൗതിക ശരീരം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ പൂർണ്ണമായിട്ടും നശിച്ച് പ്രവർത്തനരഹിതമാകുന്നതിന് മുമ്പേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആധ്യാത്മിക ശരീരത്തെ ഡെവലപ്പ് ചെയ്തെടുത്താൽ, എങ്ങനെ? ആധ്യാത്മിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ശക്തമാകുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ശക്തമാകുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ആധ്യാത്മിക ശരീരം ഉള്ളിൽ ഡെവലപ്പാകും. അപ്പം പുറമേയുള്ള ശരീരം നശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആധ്യാത്മിക ശരീരത്തിലേക്ക് പോകും. പക്ഷെ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ
ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ് കൂടുതൽ ശക്തമെങ്കിൽ ഭൗതിക പുതിയൊരു ശരീരത്തിന് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കും. മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് ഭൗതിക ശരീരം, ആധ്യാത്മിക ശരീരം എന്തും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മായാമോഹനത്തിൽ നിന്ന് പുറത്തു വരൂ. നിങ്ങൾ വിചാരിക്കുക എല്ലാം ബാലൻസ് ചെയ്ത് പോകാം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. മരണം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, ആർക്കൊക്കെ വേണ്ടി ജീവിച്ചോ, അതിനനുസരിച്ചുള്ള ചിന്തകളും വികാരങ്ങളുമാണ് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയും, എനിക്ക് ഭഗവാൻ മാത്രം മതി, ഭഗവാന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ തന്നെ ഭഗവാന്റെ സേവനം ചെയ്ത് നിൽക്കാനാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാണ്? സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ? അത് തന്നെയാണ്, എന്ത് ചെയ്യാനാണ്? സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരും. സാഹചര്യം ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ മനസ്സാണ്. നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തടയാൻ കഴിയില്ല. സാഹചര്യം എല്ലാം അനുകൂലമായിട്ട് ഗംഗാ നദിയെ പോലെയാണ്. ഗംഗാ നദിയുടെ ഒഴുക്കിനെ ആർക്കും തടയാൻ പറ്റുമോ? ഇല്ല. പാറ ഇടയ്ക്ക് നിന്നാലും പാറയുടെ അപ്പുറത്തൂടെയും സൈഡിലൂടെയും എല്ലാം നദി ഒഴുകി സമുദ്രത്തിലേക്ക് പോകാം. അതേപോലെ ആയിരിക്കണം നമ്മൾ. നമ്മുടെ ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തടയാൻ കഴിയില്ല. നമ്മുടെ ലക്ഷ്യം ഉറയ്ക്കുന്നില്ല. എൻ്റെ അർത്ഥം എന്താ? ഭഗവാനായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യമല്ല നമ്മുടെ ഉള്ളിലുള്ളത്. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട, ഈ താൽക്കാലിക ജന്മവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അടുത്തൊരു ഉദാഹരണം വസുദേവർ ജി പറയുന്നു. ആകാശത്തുള്ള തിളങ്ങുന്ന വസ്തുക്കൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിൻ്റെ പ്രതിബിംബം നമുക്ക് ജലത്തിലും എണ്ണയിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ജലത്തിൽ നോക്കുമ്പോഴും എണ്ണയിൽ നോക്കുമ്പോഴും പ്രതിബിംബത്തെ നോക്കുമ്പോൾ അത് പല പല രൂപങ്ങളായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ വട്ടത്തിൽ കാണും, ചിലപ്പോൾ നീളത്തിൽ കാണും, അങ്ങനെ. അന്നേരം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ ഒരു ജീവാത്മാവ് ഭൗതിക ചിന്തകളിൽ മഗ്നരായിട്ടിരിക്കുമ്പോൾ അവരുടെ ചിന്തകൾക്കനുസരിച്ച് അജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാരാണെന്ന് അവർ തിരിച്ചറിയാത്തതുകൊണ്ട് എന്തു പറ്റും? പല പല ആവിഷ്കരണങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച്, ഭൗതിക സങ്കല്പങ്ങൾക്കനുസരിച്ച് ഒരു ശരീരത്തെ അവർ സൃഷ്ടിക്കുന്നു. ഇപ്പോഴത്തെ നമുക്ക് ലഭിച്ച ശരീരം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ചാണ്. അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മരണത്തിന് മുമ്പേ നമ്മൾ ഏത് സങ്കല്പമായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത്, ആ സങ്കല്പത്തിനനുസരിച്ചുള്ള നീളം, പൊക്കം, നിറം, കുലം, ഇതൊക്കെയാണ്, അതിനനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ജനിക്കുന്ന എല്ലാവരും അതീവ സുന്ദരന്മാരും സുന്ദരികളായിട്ട് ജനിക്കേണ്ടതായിട്ടാണ്. നമുക്കറിഞ്ഞുകൂടല്ലോ അടുത്ത ഇപ്പം മരണമാണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്കറിഞ്ഞുകൂടല്ലോ. ഇനി പുതിയൊരു ശരീരമാണ് ലഭിക്കുന്നത്. എന്നാലും ഇനി എൻ്റെ മൈൻഡിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ശരീരം അതീവ സുന്ദരനായിരിക്കണം, അതീവ സുന്ദരിയായിരിക്കണം, ഏറ്റവും പണക്കാരനായിരിക്കണം. കാരണം നമുക്ക് വിശ്വാസം ഇല്ലല്ലോ അടുത്ത ജന്മം ഉണ്ടെന്ന്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നു? നമ്മുടെ ചിന്തകൾ മുഴുവൻ ഈ ഒരു ജന്മത്തെക്കുറിച്ചല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യാറില്ലല്ലോ അടുത്ത ജന്മത്തെക്കുറിച്ച്. നമ്മൾ ഈ ഒരു ജന്മത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചോട്ട്, അയ്യോ എൻ്റെ മക്കൾ, അയ്യോ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ആൾക്കാർ, അയ്യോ ഇവരെയൊക്കെ വിട്ടുപോകണമല്ലോ, എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ചിന്തകളിൽ ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു രൂപമായിരിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കോലം, ഞാൻ ഉൾപ്പെടെ. നമ്മളെങ്ങനെ ഈ കോലത്തിലായി? കാരണം മരിക്കുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള ചിന്തകളായിരുന്നു, ഒരു പ്ലാനിങ്ങും ഇല്ലാത്തുള്ള ചിന്തകൾ. മനസ്സിലൊരു നിയന്ത്രണം ഇല്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കോലത്തിലായി. ഉദാഹരണത്തിന്, വീട് ചുമ്മാ കെട്ടിടം കൊണ്ട് ഇഷ്ടികയൊക്കെ വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ വീട് റെഡിയാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു ഡിസൈനർ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് വീട് കെട്ടാൻ പറ്റും. പക്ഷേ തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിൽ വീടും തട്ടിക്കൂട്ട് ആയിട്ട് കണ്ടിരിക്കും. അതേപോലെ നമ്മുടെ ചിന്തകളെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ്. കാരണം നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ജീവിതം. അന്നേരം
മനസ്സിൽ ഒരു നിയന്ത്രണമില്ല, മനസ്സിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പം തോന്നുന്നത് നമ്മൾ ചെയ്യും. അങ്ങനെ തോന്നുന്ന രീതിയിൽ ചെയ്ത് നമ്മുടെ ഈ അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ്. നമുക്ക് സിസ്റ്റമാറ്റിക്കലി നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിൻ്റെ ചിന്തകളെ ഭഗവത് കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വസുദേവ്ജി പറയുന്നു, അങ്ങനെയുള്ള മാനസിക സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മൾ പല പല ജന്മങ്ങൾ എടുക്കുകയാണ്. അന്നേരം ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെ പറയുന്നു, ഈ ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാനുള്ള പ്രധാന കാരണം ത്രിഗുണങ്ങളുടെ പ്രഭാവമാണ്. ത്രിഗുണങ്ങൾ നമ്മളെ വല്ലാതെ വലിക്കാറുണ്ട്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇതിൻ്റെ ആ ഒരു ഫോഴ്സ് നമ്മളെ ഫോഴ്സ് ചെയ്യും പലതും ചിന്തിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ചുറ്റുമുള്ള ആ ശക്തി നമ്മളെ ഇങ്ങനെ നിർബന്ധിപ്പിക്കും, നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ ശക്തമാക്കും, അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. തമോ ഗുണം ശക്തമായിട്ടുള്ള സ്ഥലത്ത് ആ താമസിക പ്രവൃത്തിയിൽ നമുക്ക് താല്പര്യം തോന്നും. രജോ ഗുണം ശക്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ രാജസിക ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. സാത്വിക അന്തരീക്ഷമുള്ള സ്ഥലത്ത് സാത്വിക വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ ഭഗവാന്റെ ലോകത്ത് പോകണമെങ്കിൽ ഈ 3 ഗുണങ്ങൾ മറികടന്നേ പറ്റും. ഇവിടെ പറയുന്നു, അസത് പ്രവർത്തികൾ, അസത് പ്രവർത്തികൾ, ദ്വേഷത്തോടു കൂടിയുള്ള പ്രവർത്തികൾ, ഇതെല്ലാം നമ്മളെ, ഒരു ഭക്ത പറയുന്നു, ഒന്നുകൂടി മനുഷ്യനെ ജനിച്ചാൽ ഗുരുവായൂരപ്പനെ കാണാമല്ലോ. ഈ ജന്മത്തിലെ നമ്മൾ ഗുരുവായൂരപ്പനെ കാണുന്നില്ല, പിന്നെയാണ് അടുത്ത ജന്മം. വല്ലപ്പോഴും ഗുരുവായൂരപ്പനെ കാണുന്നതല്ലല്ലോ ഭക്തി, അല്ലേ? സദാസമയം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്നതാണ് ഭക്തി. ലൈനിൽ നിന്ന് 1-2 പ്രാവശ്യം കാണുന്നതല്ലല്ലോ ഭക്തി. ബാക്കിയുള്ള സമയം നമ്മൾ എന്തിനു വേണ്ടി കളയുന്നു? മനസ്സിലായില്ലേ? അന്നേരം നമുക്ക് ഭഗവാനോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഭഗവാന്റെ ലോകത്ത് വയ്ക്കൂടെ, ഗുരുവായൂരപ്പൻ്റെ ലോകത്ത് വയ്ക്കൂടെ? ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഭഗവാന്റെ വിഗ്രഹ രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. വിഗ്രഹവും ഭഗവാനായിട്ട് വ്യത്യാസമില്ല. പക്ഷെ ഭഗവാന്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ലോകമുണ്ട്. അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് ഗുരുവായൂരപ്പനോടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ലോകത്തല്ലേ പോകണ്ടേ? പക്ഷെ ഗുരുവായൂരപ്പനോട് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുക. എന്തിനു വേണ്ടി? നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി, നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി. വർഷത്തിൽ ഒരിക്കൽ ഗുരുവായൂർ വരിക, ഭഗവാനെ ഒന്ന് കാണുക, എന്നിട്ട് എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ മംഗളമാക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അതിൻ്റെ അർത്ഥം നമുക്ക് ഗുരുവായൂരപ്പനോട് സ്നേഹമില്ല എന്നതല്ല. നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കൂട്ടത്തിലല്ലേ എപ്പോഴും. ഈ താൽക്കാലിക ജന്മത്തെ ശാശ്വതമായിട്ടുള്ള ജന്മമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു ജന്മം മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ള എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നാരായണത്ത് ഭ്രാന്തൻ പറയുന്ന പോലെയാണ്. നമ്മൾ ഒരു കല്ല് ഉരുട്ടി കഷ്ടപ്പെട്ട് മുകളിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് മുകളിൽ നിന്ന് താഴെ ഉരുട്ടിയിടും, എന്നിട്ട് കൈ കൊട്ടിച്ചിരിക്കുന്നു. നമ്മൾ ചിരിക്കാറില്ല, നമ്മൾ ഉരുട്ടി മുകളിൽ കൊണ്ടുപോകും, എന്നിട്ട് എല്ലാം കയ്യിൽ നിന്ന് മുകളിൽ നിന്ന് നഷ്ടപ്പെട്ട് അത് തിരിച്ചു ഉരുണ്ട് താഴെ വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ കല്ല് താ പോകണേന്ന്. പക്ഷെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. കുന്നെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ കൂടെ കുന്ന് താഴോട്ടേ പോകും, അല്ലേ? നമ്മൾ ഒരു പാറ ഉരുട്ടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇനി എങ്ങോട്ട് പോകാനാ? താഴോട്ട് തന്നെ വരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതാണ്. അതാണ് നാരായണത്ത് ഭ്രാന്തൻ പഠിപ്പിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ശരീരത്തെ നന്നാക്കാൻ നോക്കുന്നു, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു പാറ ഉരുട്ടി മുകളിൽ കയറ്റുന്ന പോലെയാണ്. എന്നിട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉരുണ്ട് താഴോട്ട് തന്നെ പോകും. അപ്പം നമ്മൾ കരയും. ഇവിടുന്ന് ഉരുട്ടുമ്പോൾ സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷകളാണ്. അത് നല്ല കയറ്റം കയറി എല്ലാവർക്കും മനസ്സിലാവും. കയറ്റം കയറുകയെന്ന് പറഞ്ഞാൽ എത്ര പാടാണെന്നറിയാം. ഭയങ്കര ടഫാണ്. ഒരു ചെറിയൊരു കയറ്റമാണെങ്കിൽ പോലും നല്ല ടഫാണ്. അന്നേരം നിങ്ങൾ ആ നാരായണത്ത് ഭ്രാന്തൻ്റെ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, അത് കല്ലുരുട്ടി കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് നിങ്ങൾ പോയി നിങ്ങൾക്ക് മനസ്സിലാവും. കർമ്മങ്ങൾ ചെയ്ത് തീർക്കേണ്ടേ? ഇത്രയും കാലം ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്?
ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. ഈ ലോകത്തിൽ ആർക്കു വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. ഭഗവാൻ പറഞ്ഞത് മോക്ഷത്തെക്കുറിച്ചാണ്, കർമ്മയോഗമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഈ ഭരണാധികാരി വരെ ആകാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും ആസക്തികളും തീരുന്നില്ല. നമ്മൾ ഒരിക്കലും തീരാതെ, അതായത് നമുക്ക് റിട്ടയർമെന്റ് പ്ലാനേ ഇല്ല. പാണ്ഡവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ലോകം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരായിരുന്നു. പക്ഷേ അവരത് ഉപേക്ഷിക്കാനും തയ്യാറായി. നമുക്കങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. മരണം അടുത്തെത്തുമ്പോഴും നമുക്ക് വിടാൻ പ്ലാൻ ഇല്ല. അതാണ് പ്രശ്നം. കർമ്മങ്ങൾ എല്ലാവരും ചെയ്തേ പറ്റൂ. പക്ഷെ കർമ്മങ്ങളല്ല ചെയ്യേണ്ടത്, ധർമ്മമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നതല്ല കർമ്മം. ആ കർമ്മത്തിന് പല തലങ്ങളുണ്ട്. അത് വികർമ്മമാകാം, അത് അകർമ്മമാകാം, അത് കർമ്മയോഗമാകാം, അത് ജ്ഞാനയോഗമാകാം, ധ്യാനയോഗമാകാം, ഭക്തിയോഗമാകാം. പ്രവർത്തനം പല രീതിയിലും ആകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മമാണോ, വികർമ്മമാണോ, അകർമ്മമാണോ, കർമ്മയോഗമാണോ, ജ്ഞാനയോഗമാണോ, ധ്യാനയോഗമാണോ, ഭക്തയോഗമാണോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതിലേതിലും വരാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട് വേറെ ആയിരിക്കും. പക്ഷെ നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക, സ്വാർത്ഥതയിൽ മുങ്ങി ജീവിക്കുക. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണം, എൻ്റെ ബന്ധുമിത്രാദികൾക്കും ഭക്ഷണം വേണം. ഭക്ഷണത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ച് ജീവിക്കാമെന്ന്. മൃഗങ്ങൾ പോലും അങ്ങനെയല്ലേ ജീവിക്കുന്നത്? അവരുടെ കാര്യം നോക്കി ജീവിക്കല്ലേ. മനുഷ്യരെന്ന് പറഞ്ഞാൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതിനപ്പുറത്തായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, ഉറങ്ങണ്ട എന്നല്ല, കുടുംബം നോക്കണ്ട എന്നല്ല, ഇതിനപ്പുറത്തായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക്, ഇഷ്ടംപോലെ സമയമുണ്ട്. 24 മണിക്കൂർ നമുക്കുണ്ട്. 8 മണിക്കൂർ ശരീരത്തിന് കൊടുത്താൽ 8 മണിക്കൂർ നമ്മുടെ ജോലി കാര്യങ്ങൾ കൊടുത്താലും വീണ്ടും 8 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷെ 8 മണിക്കൂർ ഭഗവാന് വേണ്ടി കൊടുക്കുന്നതിന് പകരം, അതായത് 8 മണിക്കൂർ ശരീരത്തിന്, 8 മണിക്കൂർ ശരീരത്തിനും മനസ്സിനും, 8 മണിക്കൂർ തൊഴിൽപരമായിട്ട് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി. ഇതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു ബാലൻസ് ലൈഫ് എന്ന് പറയുന്നത്. 16 മണിക്കൂർ ശരീരത്തിനും, ശരീരം, മനസ്സ് നമ്മുടെ തൊഴിലിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി. എന്നാലും ബാക്കി 8 മണിക്കൂറുണ്ട്. പക്ഷെ ആ 8 മണിക്കൂർ പോയിട്ട് അരമണിക്കൂർ പോലും നമ്മൾ ഭഗവാന് വേണ്ടി ശ്രദ്ധിച്ച് കൊടുക്കാറില്ല. നമ്മൾ ആകെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന വല്ലപ്പോഴും ഒക്കെ അമ്പലത്തിൽ പോയി ലൈൻ നിന്ന് ഭഗവാനെ ഒന്ന് തൊഴുന്നത് മാത്രമാണ്. പക്ഷെ നിത്യേന അതൊരു ദിനചര്യയായിട്ട് ആരും ഫോളോ ചെയ്യാറില്ല. നാമം ജപിക്കാറില്ല, ശാസ്ത്രം പഠിക്കാറില്ല. 8 മണിക്കൂറുണ്ട് നമുക്ക് ഭഗവാന് വേണ്ടി ഡെയിലി കൊടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കൊടുക്കാറുണ്ടോ? 4 മണിക്കൂർ കൊടുക്കാറുണ്ടോ? 2 മണിക്കൂർ കൊടുക്കണ്ടോ? 1 മണിക്കൂർ കൊടുക്കണ്ട? അരമണിക്കൂർ, 5 മിനിറ്റ് പോലും ചെയ്യാറില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ 5 മിനിറ്റ് എന്തെങ്കിലും വായിക്കുവാണെങ്കിൽ, സഹസ്രനാമം എന്തെങ്കിലും വായിച്ചാലും അതിൻ്റെ പേരിലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഖഭോഗങ്ങൾ മാത്രമാണ്. ഈ ലോകത്തെ മെച്ചപ്പെടുത്താൻ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ ബെറ്റർ ആക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഒരു ദിവസം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും, നമ്മൾ എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും. അത് നമ്മൾ ചിന്തിക്കാറില്ല. അടുത്ത ജന്മം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എത്ര വലിയ മണ്ടത്തരമാണ് നോക്കുന്നത്, എത്ര വലിയ വിഡ്ഢിത്തരമാണ് നോക്കുന്നത്. കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത എന്താ? അതിനു മുമ്പേയുള്ള എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നു, എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നു. മൃഗങ്ങളായിട്ട് എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നില്ലേ? മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറയുന്നില്ലേ? ഭാഗവത്തിൽ പറയുന്നില്ലേ? ഇതെല്ലാം നമ്മൾ എന്താ മറന്നുപോകുന്നത്? നമുക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ ആ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയെ പോലെ നമ്മുടെ ഈ ജീവിതം മാത്രമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, അതിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിനപ്പുറം ഒരു ജീവിതം ഇല്ലേ? അന്നേരം കഴിഞ്ഞ ജന്മത്തെ ഭാര്യയും ഭർത്താവും കുട്ടികളും എവിടെ പോയി? അതിനു മുമ്പത്തെ ഭാര്യയും ഭർത്താവും കുട്ടികളും എവിടെ പോയി? അതിനു മുമ്പത്തെ ഭാര്യയും ഭർത്താവും കുട്ടികളും എവിടെ പോയി? ഇനി അടുത്ത ജന്മം മനുഷ്യജന്മം തന്നെ ആയിരിക്കുമെന്ന് എന്താ ഉറപ്പ്? കാരണം മനുഷ്യജന്മം ലഭിച്ചിട്ട് നമ്മൾ മനുഷ്യരെ പോലെയല്ല ജീവിക്കുന്നത്. മൃഗങ്ങളെപ്പോലെ സ്വാർത്ഥതയിൽ മുങ്ങി ജീവിക്കുകയാണ്. മൃഗങ്ങളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഉറക്കം, അത്രയേ ഉള്ളൂ. ഇതിനപ്പുറം അവരൊന്നും ചിന്തിക്കാറില്ല.
നമ്മളും അതേപോലെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളും മനുഷ്യരുമായിട്ട് എന്താ വ്യത്യാസം? സോറി, നമ്മളും മൃഗങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? മൃഗങ്ങളും തീറ്റ കുടി ഉറക്കം ഇത് തന്നെയല്ലേ. മക്കളെ നമ്മൾ എന്തിനാ പഠിപ്പിക്കുന്നത്? തീറ്റ കുടി ഉറക്കം. മോനെ നന്നായിട്ട് പഠിച്ചാൽ നല്ല കാശ് കിട്ടും, എന്നിട്ട് വേണം നല്ലൊരു ജോലി കിട്ടി നന്നായിട്ട് തിന്നാനും ഉറങ്ങാനും പറ്റും. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, തീറ്റ കുടി ഉറക്കം, ലൈംഗിക ബന്ധം, ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഇതിനപ്പുറം എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ ജീവിതത്തിൽ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യജന്മം ലഭിച്ചിട്ടും മോക്ഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം അടുത്ത ജന്മം ഉറപ്പായിട്ടും മൃഗജന്മമായിരിക്കും. മനുഷ്യജന്മം ലഭിച്ചിട്ട് നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിത്യേന ഉയർന്ന് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ വിരക്തിയിൽ വരണം. അവസാന നിമിഷം വരെ ഇങ്ങനെ കുടുംബം എന്ന് പറഞ്ഞിരിക്കരുത്. ഈ ലോകത്തെ തന്നെ കുടുംബമായി കാണാൻ പഠിക്കണം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു രക്തബന്ധത്തെ മാത്രം നമ്മുടെ കുടുംബമായിട്ട് കാണുക, അത് സ്വാർത്ഥതയാണ്. അത് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇവിടെ വസുദേവ്ജി പറയുന്നു, ദ്വേഷത്തോടുകൂടി അസത് പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ എന്താവും? അവർക്ക് അടുത്തൊരു ശരീരം എടുക്കേണ്ടി വരും. അവർ അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ഈ അസത് പ്രവർത്തികളുടെ എല്ലാം ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു വ്യക്തി എന്തിന് അസത് പ്രവർത്തികളിൽ ഏർപ്പെടണം? അതുകൊണ്ട് സ്വന്തം നന്മ ആലോചിച്ചിട്ട് ആരോടും നമ്മൾ ദ്വേഷം വയ്ക്കരുത്. കാരണം ദ്വേഷം ഉള്ള വ്യക്തികൾക്ക് എപ്പോഴും എന്ത് പറ്റും? എപ്പോഴും ഭയം മാത്രമേ ഉണ്ടാവൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു വിദ്വേഷം ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കാണുമോ? ഒരിക്കലും സമാധാനം കാണത്തില്ല, അല്ലേ? എപ്പോഴും. അതുകൊണ്ട് ഇവിടെ കംസനോട് വസുദേവ്ജി പറയുകയാണ്, ആ ഒരു വിദ്വേഷം ഉള്ളിൽ നിന്ന് മാറ്റൂ, ആരോടും ദ്വേഷം വെക്കാതെ. കാരണം അങ്ങനെ ഒരു ദ്വേഷം വെച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ളിൽ നമുക്ക് ദ്വേഷമുണ്ടെങ്കിൽ എന്തു പറ്റും? നമുക്ക് എപ്പോഴും ഭയം തോന്നും, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരി അല്ലേ ദേവകി? ദേവകി എന്ന് പറയുന്നത് നിന്റെ മകളെ പോലെയാണ്. ഇത്രയും കാലം എത്ര സ്നേഹത്തോടു കൂടിയാണ് ദേവകിയെ നോക്കിയത്. നിനക്ക് ഒരുപാട് കരുണയുള്ള വ്യക്തിയല്ലേ. അതുകൊണ്ട് ദേവകിയെ കൊല്ലരുത്, നിന്റെ സ്നേഹമാണ് അവൾ ദേവകി അർഹിക്കുന്നത് എന്ന് പറഞ്ഞു. ശുകദേവ് ഗോസ്വാമി പറയുന്നു, അങ്ങനെ കംസൻ വളരെ ക്രൂരനായിരുന്നു. പൊതുവെ രാക്ഷസന്മാരെയായിരുന്നു കംസൻ പ്രചോദനമായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സതുപദേശങ്ങളൊന്നും അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല, കയറുന്നില്ല. അതുകൊണ്ട് പാപകർമ്മങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാറില്ല. ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ പാപം എന്നൊരു കാര്യമേ അവൻ ചിന്തിക്കാറില്ല. ശരിയല്ലേ? ഈ ലോകത്ത് നമ്മൾ കാണും, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വ്യക്തികൾ, നമ്മൾ ഇത് ചെയ്യുന്ന വലിയ പാവം കേട്ടോ, അമ്മമാരെ അന്നേരം ഉടനെ ചിരിക്കും, എന്ത് പാവം. ഇവർ വിചാരിക്കുന്നത് ഇതിനൊന്നും ഒരു റിസൾട്ടും കിട്ടത്തില്ല, ആരും നോക്കാനില്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള സാങ്കല്പിക വിശ്വാസങ്ങളാണ് ഈശ്വരനെ കുറിച്ചുള്ളതെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. നമ്മൾ വിചാരിക്കും, ജീവിതകാലം മുഴുവൻ തിന്ന് കുടിച്ച് ആസ്വദിച്ച് ജീവിച്ചിട്ട് അവസാനം നരകത്തിൽ പോയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ആസ്വദിച്ചിട്ട് പോവല്ലേ. നമ്മൾ കാണുന്നത് ആസ്വാദനം മാത്രമാണ്. പക്ഷെ അതിനുശേഷം അവർ എന്തനുഭവിക്കുന്നു അതവർക്കറിയാലോ. നമ്മളെ കാണിച്ചുകൊണ്ടായിരിക്കത്തില്ല ശിക്ഷ നൽകുന്നത്. മനസ്സിലാവുന്നത്? ഇപ്പം ഉദാഹരണത്തിന്, നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരാളെ ശിക്ഷിക്കുന്നു, ഒരു വലിയ തെറ്റ് ചെയ്ത ഒരാളെ ശിക്ഷിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ സുഖിച്ചിരിക്കും. ഉദാഹരണത്തിന്, ചില ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജയിലിൽ കൊണ്ടുപോയിട്ട്, ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ജയിലിലാണ് പറഞ്ഞു. ജയിലിലാകുമ്പോൾ നല്ല ബെഡും ഒക്കെ അറേഞ്ച് ചെയ്ത് AC റൂമും ഫോണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ജയിലാണ്. നമുക്ക് തോന്നുമ്പോൾ എന്തായാലും അവൻ ജയിലിലായില്ലേ.
അന്നേരം യഥാർത്ഥ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ശിക്ഷ അനുഭവിക്കുന്നു, മനസ്സിലായില്ലേ? അതായത് അവർ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട് അവരനുഭവിക്കുന്നു. അതായത് അവർക്കല്ലേ അറിയൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല? അതായത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കില്ലല്ലോ ശിക്ഷ കൊടുക്കുന്നത്. ആ തെറ്റ് ചെയ്തതിന്റെ ആ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണമല്ലോ ശിക്ഷ. അതാണല്ലോ യഥാർത്ഥ ശിക്ഷ. അന്നേരം അതേപോലെ ഭഗവാന്റെ നിയമം അങ്ങനെയാണ്. നമ്മളെ കാണിച്ചുകൊണ്ടായിരിക്കത്തില്ല ശിക്ഷ കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കാം ആ ദുഷ്ടന്മാർ വളരെ ശക്തരായിക്കൊണ്ട് ഈ കലിയുഗത്തിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്കങ്ങനെ തോന്നുകയാണ്. ഭഗവാന്റെ നിയമത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഉപ്പ് തിന്നോ വെള്ളം കുടിച്ചേ പറ്റൂ. നമ്മളത് കാണണമെന്ന് നിർബന്ധമില്ല. നമ്മളെപ്പോഴും അക്കരെ പച്ച കണ്ടിട്ടേ പറയുന്നു, അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, ഇത്രയും തെറ്റുകൾ ചെയ്താൽ അവൻ സുഖിച്ചു കഴിയുമല്ലേ. എന്ത് സുഖം! ഈ ലോകത്ത് സുഖം ഭഗവാന്റെ ഭക്തിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിലും ഒരു സുഖമില്ല. എത്ര വലിയ പണക്കാരനായാലും എത്ര സുഖത്തിൽ മഗ്നരായിട്ട് ഇരിക്കുക എന്ന് നമുക്ക് തോന്നിയാലും അവർ ഉള്ളിൽ സന്തോഷമുണ്ടോ? അവർക്ക് സംതൃപ്തി ഉണ്ടോ? ഈ ലോകത്തിൽ എന്താണോ സുഖം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ആ സുഖം നിത്യേന ഇഷ്ടം പോലെ അനുഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കുക. അവരുടെ മുഖത്തൊരു ചിരി പോലും കാണത്തില്ല. ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമായിരിക്കും ആ ചിരി വരുന്നത്. ഉള്ളിലൊരു മുഖത്തൊരു പ്രസന്നത കാണത്തില്ല. അവർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം വളരെ പരിതാപകരമായിരിക്കും. പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെയും ഒരു സമാധാനം കാണും, എന്തെങ്കിലും ഒരു മുഖത്തൊരു സന്തോഷം കാണും. പക്ഷെ മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം കാണത്തില്ല. അവരെപ്പോഴും ഇങ്ങനെ വെയിറ്റ് പിടിച്ച് നടന്നേ പറ്റൂ. കാരണം എന്താ? നമ്മൾ വലിയ സംഭവമാണെന്ന് എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം ഉള്ളിലൊന്നും ഇല്ലെന്ന്, ഉള്ളിൽ പൊള്ളയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പുറമെ ഇങ്ങനെ വെയിറ്റ് പിടിച്ച് നിൽക്കുന്നേ പറ്റുമോ അവരുടെ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം അവർക്കറിയാം ഉള്ളിൽ എനിക്ക് അത്രയും ഗുണങ്ങളില്ല, യോഗ്യതയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് അഹങ്കരിച്ച് നടന്നാലേ എല്ലാവരും എന്നെ ബഹുമാനിക്കൂ എന്നാണ് അവരുടെ ചിന്ത. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഈ ലോകത്ത് ആർക്കും ഒരു സന്തോഷം കിട്ടത്തില്ല ഭഗവാന്റെ ഭക്തിയിലൂടെ അല്ലാതെ, ഭഗവാന്റെ നാമജപത്തിലൂടെ അല്ലാതെ, ഭഗവാന്റെ സേവനത്തിലൂടെ അല്ലാതെ ആർക്കും ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വസുദേവർ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും കംസൻ ഒരു മാറ്റമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് വസുദേവർ സ്വയം ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് എന്തായാലും കംസന്റെ സ്വഭാവം അറിയാം, ഏത് നിമിഷവും ദേവകി അമ്മയെ കൊല്ലും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കംസനെ തടയാൻ ഇനി എന്താണ് പദ്ധതി എന്ന് വസുദേവർ ചിന്തിക്കുകയാണ്. അപ്പോൾ വസുദേവർ ചിന്തിക്കുകയാണ്, ഒരു വ്യക്തിക്ക് ബുദ്ധിയും ശക്തിയും ഉള്ളപ്പോൾ ഒരു വ്യക്തിയുടെ കർത്തവ്യമാണ് മരണത്തെ തടയുക എന്നത്. ശരീരസ്ഥനായിട്ടുള്ള എല്ലാ ആത്മാവിൻ്റെയും കർത്തവ്യമാണ് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ശക്തിയുണ്ട്, ബുദ്ധിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധേന ആ മരണത്തെ തടയാൻ ശ്രമിക്കണം. പക്ഷേ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടും അത് തടയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. അതായത് മറ്റൊരാളെ കൊല്ലുന്നത് പാപമാണ്, സ്വന്തം ശരീരത്തെ കൊല്ലുന്നത്, അതായത് സ്വയം മരിക്കുന്നതും പാപമാണ്. അത് ഒരു ക്രൈമുമാണ്, അറിയാലോ അല്ലേ? ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ അതൊരു ക്രൈമും കൂടെയാണ്. അന്നേരം ഭഗവാന്റെ നോട്ടത്തിലും അത് തന്നെയാണ്. നമ്മുടെ കർമ്മം അനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഒരു ശരീരം ലഭിച്ചിട്ട് ആ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതൊരു പാപമാണ്. അന്നേരം നമുക്ക് ശരീരം ലഭിച്ചു, ബുദ്ധിയും ഉണ്ടെങ്കിൽ നമ്മൾ ആ ശരീരത്തിൻ്റെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മരണത്തെ തടയുക എന്നത് എല്ലാവരുടെയും കർത്തവ്യമാണ്. അന്നേരം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടും തടയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ സ്വമേധയാ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറ്റും?
അത് പാപമല്ല എന്ന് വസുദേവർ ചിന്തിക്കുകയാണ്. വസുദേവർ വീണ്ടും ചിന്തിക്കുന്നു, ഇപ്പോ കംസൻ യമരാജനെ പോലെ മുന്നിൽ നിൽക്കുകയാണ്, ദേവകി അമ്മയുടെ മരണത്തിന് കൊല്ലാൻ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ അന്ധകൻ എന്ന് പറയുന്നത്. അന്നേരം പ്രധാനമായിട്ടുള്ള പ്രശ്നം ദേവകിയുടെ 8ാമത്തെ പുത്രനാണ്. അതുകൊണ്ട് കംസന് എല്ലാ കുട്ടികളെയും കൊടുത്തു കഴിഞ്ഞാൽ ദേവകി ജീവനോടെ ഇരിക്കുമല്ലോ, അങ്ങനെ എനിക്ക് ദേവകിയെ രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ. ഇടയ്ക്ക് എവിടെയോ ഇങ്ങനെ ഏതോ ഒരു നിരീശ്വരവാദി പറയുകയാണ്, കംസൻ എത്ര വലിയ മണ്ടനാണെന്ന് നോക്കണേ. 8ാമത്തെ പുത്രനല്ലേ പ്രശ്നം. അന്നേരം ഇവരെ രണ്ടുപേരെയും പിരിച്ചു വെച്ചാൽ പോരായിരുന്നു. ഒരേ കാരാഗ്രഹത്തിൽ എന്തിനാണ് വെച്ചത്? അതുകൊണ്ടല്ല ഇത്രയും പ്രശ്നം ഉണ്ടായത്. കൊല്ലേണ്ട ആവശ്യമില്ല, രണ്ടുപേരെ എന്നേക്കുമായിട്ട് പിരിച്ചു വെച്ചാൽ പോരെ. രണ്ടുപേരും ഒരേ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ പിന്നെ കുട്ടിയും കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര വലിയ മണ്ടനാണ് നോക്ക്. ഹരേ കൃഷ്ണ. എത്ര വലിയ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉപായമാണ് ആൾക്കാർ പറഞ്ഞത് അല്ലേ. ആക്ച്വലി വസുദേവനും ദേവകിയും സാധാരണ വ്യക്തികളല്ല. നമുക്ക് ഈ ലോകത്ത് കുട്ടികൾ ഉണ്ടാകുന്നത് പല രീതിയിലാണ്. ഏകദേശം ഒരേപോലെ അച്ഛൻ അമ്മയുടെ ഉള്ളിൽ ഗർഭത്തിലേക്ക് ആ ബീജത്തെ നൽകുന്നു. ഏകദേശം എല്ലാ ജീവജാലങ്ങളും ആ ഒരു പ്രക്രിയയാണ് ഫോളോ ചെയ്യുന്നത്. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉയർന്ന യോഗബലവും തപോബലവും ഉള്ള ദേവന്മാരെ പോലുള്ള അത്രയും സിദ്ധികൾ ലഭിച്ചവർക്ക് ശരീരത്തെ തൊടേണ്ട ആവശ്യം പോലുമില്ല. അവർക്ക് നോട്ടത്തിലൂടെ തന്നെ ആ ബീജത്തെ നൽകാൻ പറ്റും. കാരണം ബീജം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമാണ്. അന്നേരം നമ്മൾ മനുഷ്യരായതുകൊണ്ട്, അത്രത്തോളം സിദ്ധികളും യോഗബലവും ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് സാധാരണ മൃഗങ്ങളെ പോലെ ആയിരിക്കും നമ്മൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാൻ ഒരു തൂണിൽ നിന്ന് പോലും വരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ കംസന് നിസ്സാര വ്യക്തിയല്ല. കംസൻ അറിയാം ഇവര് രണ്ടുപേരെ അകറ്റിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരത്തില്ല. ഭഗവാൻ അവതരിക്കും എന്ന് പറഞ്ഞാൽ അവതരിച്ചിരിക്കും. 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും, ഏതെങ്കിലും രീതിയിൽ വന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് പ്രകാരം ലാബ് വഴിയും അതിൻ്റെ ലാബ് വഴിയും ഒരു അമ്മയെ ഗർഭവതിയാക്കാൻ പറ്റും, ഒരു സ്ത്രീയെ ഗർഭവതിയാക്കാൻ പറ്റും അല്ലേ. ആ ഒരു ഉദാഹരണത്തിന് പശുക്കളുടെ ഉള്ളിൽ പോലും പശുക്കൾ ചില സമയത്ത് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ആ കാളയെ കിട്ടാത്തപ്പം കാളയിൽ നിന്നുള്ള ബീജം പശുവിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. സോ മെനി വേസ് ആണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അന്നേരം ഇന്നത്തെ ഈ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആവുമെങ്കിൽ അന്നത്തെ യോഗബലം എന്തുമായിരിക്കും വസുദേവരുടെയും ദേവകിയമ്മയുടെ. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഭഗവാൻ വരുന്ന ആ രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഉദാഹരണത്തിന് ദശരഥ മഹാരാജ്, അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു, 3 പത്നിമാരുണ്ടായിരുന്നു. ഏകദേശം വൃദ്ധാവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ആ യജ്ഞം ചെയ്ത് ഒരു പായസം കൊടുക്കുകയാണ്. ആ പായസത്തിലൂടെയാണ് കൗശല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി ദേവിയും ഗർഭവതിയായത്. ആലോചിച്ചു. ഇങ്ങനെ എത്രയോ കഥകൾ കേൾക്കുന്നുണ്ട്. അന്നേരം നമ്മൾ വിചാരിക്കും ഒരു പായസത്തിന് ഇത്രയും പവറുണ്ടോ? ഇതൊരു സാധാരണ പായസമല്ല, ദേവലോകത്ത് നിന്ന് വരുന്ന പായസം. നമ്മൾ മനസ്സിലാക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രം കുട്ടികൾ ഉണ്ടാവുമോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അച്ഛൻ്റെ ഉള്ളിൽ ഒരു ബീജം എങ്ങനെയാണ് വരുന്നത്? അതും ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. പുരാണങ്ങളിൽ പറയുന്നു, അതായത് ദേവലോകത്തിൽ നിന്നും പുണ്യം ക്ഷയിച്ചവർ മഴ തുള്ളികളിലൂടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെല്ലാം പുല്ലുകളിൽ പ്രവേശിക്കുന്നു.
പുല്ലിനെ ആശ്രയിക്കുന്നു. എന്നിട്ട് അത് പശുക്കൾ കഴിക്കുന്നു. പശുക്കൾ കഴിച്ച് ആ പാലിലേക്ക് ആ ഒരു ജീവാത്മാക്കൾ പ്രവേശിക്കുകയാണ്. എന്നിട്ട് അത് ഒരു ആണ് കുടിക്കുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ആ സ്പേംസ് ആയിട്ട് മാറുകയാണ് പറയുന്നു. എന്നാലോചിച്ചു. എന്നിട്ട് അച്ഛൻ്റെ ഉള്ളിൽ ആ ബീജം നിറയുന്നു. എത്രയോ ജീവാത്മാക്കൾ. എന്നാലോചിച്ചു. അപ്പോൾ ഇവർ വരുന്നത് മഴതുള്ളിയിലൂടെയാണ്. സ്പേംസ് എല്ലാം ദേവലോകത്തുനിന്ന് ക്ഷയിക്കുന്ന ജീവാത്മാക്കൾ എല്ലാവരും വരുന്നത് എങ്ങനെയാണ്? എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ദേവലോകത്തുനിന്ന് വരുന്ന ആ പുണ്യാത്മാക്കൾ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തവർ ഈ ബോഡിയിൽ നിന്ന് ആ ബോഡിയിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അടുത്ത ഒരു ജന്മത്തിനൊരു സമയമാകുമ്പോൾ ഒരു അച്ഛൻ്റെ ഒരു സ്പേമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവ്. ഇങ്ങനെയാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? ആണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ ഉടനെ കുഞ്ഞായി, ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഉടനെ കുഞ്ഞായി. നോ, നോട്ട് നെസസറി. അങ്ങനെയല്ല. ദൈവനിയോഗമാണ്. പ്രത്യേകിച്ച് ശ്രേഷ്ഠരായിട്ടുള്ള ഭഗവാന്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള 6 കുട്ടികൾ, അന്നേരം അവർ സാധാരണ വ്യക്തികളാണോ? വളരെ പുണ്യാത്മാക്കളല്ലേ? അന്നേരം അവർ സാധാരണ രീതിയിലാണോ ജനിക്കുന്നത്? ഇല്ല. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം കുട്ടികൾ ഉണ്ടാകത്തില്ല. ബ്രഹ്മദേവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സപ്തഋഷികളെയും 4 കുമാരന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പവർഫുൾ ശരീരത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യാണ്. ബ്രഹ്മദേവൻ എങ്ങനെ വരുന്നു? ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്രോസസ്സേ ഉള്ളൂ ഈ ലോകത്ത്. മനസ്സിലായില്ലേ? എൻ്റെ അർത്ഥം വേറെ പ്രോസസ്സ് ഇല്ല എന്നല്ല. ക്ലിയർ അല്ലേ? ഉദാഹരണത്തിന് ഉപ്പ് നമുക്ക് സമുദ്രത്തിലൂടെ ലഭ്യമാണ്. പക്ഷെ ഇതേപോലെ നെയ്യിൻ്റെ സമുദ്രമുണ്ട്. അവിടെ പശുവിൻ്റെ ആവശ്യമില്ല നെയ്ക്ക് വേണ്ടി. അവിടെ ഹോമം നടക്കാറുണ്ട് ആ ദ്വീപിൽ. സപ്തദ്വീപുകളിൽ ഒരു ദ്വീപ് അങ്ങനെയാണ്. പാലിൻ്റെ സമുദ്രമുണ്ട്. ഉപ്പുവെള്ളം നമ്മുടെ വീട്ടിലുമുണ്ട്, സമുദ്രത്തിലുമുണ്ട്, അല്ലേ? ഉപ്പുവെള്ളം നമ്മൾ കുടിക്കാറില്ലേ? എന്തെങ്കിലും തൊണ്ടയ്ക്ക് ഇതാകണോ അതിനൊക്കെ. നമ്മുടെ ഭക്ഷണം എല്ലാം ഉപ്പുവെള്ളമല്ലേ? ആക്ച്വലി ഉപ്പിട്ടിട്ടല്ലേ നമ്മളെല്ലാവരും. അന്നേരം അതേപോലെ ഉപ്പ് വെള്ളത്തിൻ്റെ സമുദ്രമുണ്ട്, അതേപോലെ പാലിൻ്റെ സമുദ്രമുണ്ട്, നെയ്യിൻ്റെ സമുദ്രമുണ്ട്, കരിമ്പിൻ നീരിൻ്റെ സമുദ്രമുണ്ട്. കരിമ്പിൻ നീര്, അന്നേരം അത്രയും കരിമ്പ് എവിടെ കൊന്നെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കരിമ്പിൻ നീര് കിട്ടുന്ന കരിമ്പിലൂടെയാണ്. കരിമ്പിൻ നീരെന്ന് പറഞ്ഞാൽ എന്താ? ഷുഗർ വാട്ടർ, പഞ്ചസാര വെള്ളം, മധുരമായിട്ടുള്ള വെള്ളം. അന്നേരം പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കണം. പക്ഷെ നമ്മൾ ലോജിക്ക് ഉപയോഗിക്കുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി ആകുമ്പോഴാണ് നമുക്കത് കൺഫ്യൂഷൻ വരുന്നത്. ഇതൊക്കെ വെറും സാങ്കല്പികം എന്നാണ്. പക്ഷെ അത് എങ്ങനെ പോസിബിൾ ആകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ വസുദേവർ വിചാരിച്ചു, കംസൻ ഇപ്പം മരണത്തെ എന്താ പറയുന്നത്, അന്ധകനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വസുദേവർ ചിന്തിച്ചു, ഈ ഒരു പാപകർമ്മങ്ങൾ കാരണം തന്നെ കംസന്റെ മരണം ഉറപ്പാണ്. അന്നേരം ദേവകിയുടെ 8ാമത്തെ പുത്രൻ, ഹരേഷ്ണ കേൾക്കാമല്ലായിരുന്നു, ഇടയ്ക്ക് നെറ്റ് ഡൗണായി. അപ്പോൾ വസുദേവർ വിചാരിച്ചു, ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും എൻ്റെ പുത്രൻ കംസനെ കൊന്നാലോ. അതുകൊണ്ട് ദേവകി ഇപ്പം രക്ഷപ്പെടുത്തുക, അതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രതിജ്ഞ എടുക്കാം, ജനിച്ച എല്ലാ കുട്ടികളെയും കംസനെ ഏൽപ്പിക്കാം. പക്ഷെ അടുത്തൊരു കാര്യം, ജനിച്ച എല്ലാ കുട്ടികളെയും ഞാൻ നൽകാമെന്ന് പറഞ്ഞു വസുദേവർ. പക്ഷെ ബലരാമനെയും കൊടുത്തിട്ടില്ല, കൃഷ്ണനെയും കൊടുത്തില്ല, ഭഗവാൻ കൃഷ്ണനെയും കൊടുത്തില്ല. അപ്പോൾ ഇവിടെ വസുദേവർ വീണ്ടും ചിന്തിക്കുക, ഒരു വിറക് കഷ്ണത്തിൽ തീ പിടിക്കുമ്പോൾ ആ വിറക് കഷ്ണത്തിൽ നിന്ന് അടുത്തിരിക്കുന്ന ഒരു വിറക് കഷ്ണത്തിലേക്ക് തീ പിടിക്കുന്ന അതൊരു വിധിയാണ്. അതേപോലെ
ഒരു ശരീരത്തിൽ നിന്നും വിട്ട് അടുത്തൊരു ശരീരത്തിലേക്ക് പോകുമ്പോൾ അതൊരു വിധിയാണ്. ഇങ്ങനെ പലതും ചിന്തിച്ചതിന് ശേഷം വസുദേവർ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. വസുദേവർ ഒരുപാട് ആശങ്കയിലായിരുന്നു. കാരണം ദേവകി അമ്മയ്ക്ക് ഇത്രയും വലിയൊരു ആപത്ത് വരികയാണല്ലോ. പക്ഷേ ക്രൂരനായ നാണം കെട്ട പാപിയായിട്ടുള്ള കംസനെ സന്തോഷിപ്പിക്കാൻ വസുദേവർ ചിരിച്ചുകൊണ്ട് വളരെ മധുരമായിട്ടുള്ള രീതിയിൽ വസുദേവർ പറയുകയാണ്. വസുദേവർ പറഞ്ഞു, നീ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയല്ലേ, നിനക്ക് നിന്റെ സഹോദരി ദേവകിയിൽ നിന്നൊന്നും ഭയപ്പെടാനില്ല. ഈ ഒരു അശരീരി കേട്ടതുകൊണ്ട് മാത്രം നിന്റെ മരണം ദേവകിയുടെ മക്കളിൽ നിന്നല്ലേ. അതുകൊണ്ട് ഞാനിതാ പ്രതിജ്ഞ എടുക്കുന്നു, എനിക്ക് ദേവകിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും നിന്റെ കയ്യിൽ ഞാൻ നൽകാം എന്ന് പറയുക. ശുകദേവ ഗോസ്വാമി പറയുന്നു, ഇത് കേട്ടപ്പം വസുദേവരുടെ ഈ ഒരു തർക്കം കേട്ടപ്പോൾ കംസന് സമ്മതമായി. കാരണം വസുദേവരുടെ വാക്കിൽ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ദേവകിയെ കൊല്ലുന്ന ആ ഉദ്യമത്തിൽ നിന്നും കംസൻ തിരിയുകയാണ്. എന്നിട്ട് കംസനെ വീണ്ടും ആ ഒരു പെട്ടെന്ന് ദേവകിയെ കൊല്ലുന്നതിൽ നിന്നും തിരിഞ്ഞപ്പോൾ വസുദേവർ വീണ്ടും കംസനെ കുറെ സ്തുതിച്ചു. എന്നിട്ട് ഇവിടെ പറയുന്നു, ഓരോ വർഷവും ദേവകി ഭഗവാന്റെ അമ്മ, ദേവന്മാരുടെ അമ്മ, ജഗത്തിന്റെ മുഴുവൻ അമ്മ അല്ലേ. ജഗന്നാഥന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ മുഴുവൻ അമ്മയല്ലേ. ഈ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത് ജഗന്നാഥന്റെ ഉള്ളിലാണ്. എന്നിട്ട് ആ ജഗന്നാഥന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ജഗത് ജനനിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയാണ്. ദേവകി മയ്യ കി ജയ്. അങ്ങനെ ദേവകി അമ്മ ഓരോ വർഷവും കുട്ടികൾക്ക് ജന്മം നൽകി. അങ്ങനെ 8 കുട്ടികളുടെ അമ്മയായി അമ്മ ഒന്നിൻ്റെ പുറകെ. അതുകൂടാതെ ഒരു മകളും ജനിച്ചു, സുഭദ്ര മയ്യാക്കി. വസുദേവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആദ്യത്തെ കുട്ടിയെ കൊടുക്കാൻ. പക്ഷെ പ്രതിജ്ഞ ചെയ്തതല്ലേ. അതുകൊണ്ട് ആദ്യത്തെ മകനായ കീർത്തിമാനെ കംസനെ ഏൽപ്പിച്ചു. എന്നാൽ ഇവിടെ ശുകദേവ് ഗോസ്വാമി പറയുന്നു, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക്, സാധുജനങ്ങൾക്ക്, അവർക്കൊന്നും ഈ ലോകത്തിലൊന്നും ഒരു വേദനയായിട്ട് തോന്നത്തില്ല എന്ന് പറയുന്നു. ഭഗവാനെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിട്ട് കാണുന്ന വ്യക്തികൾ പൂർണ്ണ സ്വതന്ത്രരാണ്. അതേപോലെ ആരാണോ ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ ആശ്രയിച്ചിരിക്കുന്നത് അവർക്ക് ഈ ലോകത്തിലുള്ള എന്തിനെ വിടാനാണ് ബുദ്ധിമുട്ട് എന്ന് ശുകദേവ് ഗോസ്വാമി പറയാ പരീക്ഷണ മഹാരാജനോട്. അതായത് എന്താ, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള എന്ത് ഉപേക്ഷിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് ആ വ്യക്തി ആ ഭഗവാൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തും ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കും. അതായത് ഇവിടെ അച്ഛൻ സ്വന്തം കുഞ്ഞിനെ ഒരാൾക്ക് കൊടുക്കുകയാണ് കൊല്ലാൻ വേണ്ടി. അത് എങ്ങനെ വസുദേവർക്ക് അത് പറ്റി? വസുദേവർക്ക് ബുദ്ധിമുട്ട്, വേദനയുണ്ട്. പക്ഷെ എന്നിട്ടും അത് എന്തുകൊണ്ട് പറ്റി? പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിലുള്ള എന്തുപേക്ഷിക്കാനും അധികം ബുദ്ധിമുട്ടില്ല എന്നാണ്. നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചിട്ടില്ല. നമുക്ക് ഭഗവാന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചിട്ടില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ഒരു സ്വന്തം കുഞ്ഞിനെ പോലും ത്യജിക്കാൻ
ഒരു ഭക്തന് കഴിയും എന്ന് വസുദേവർ ഇവിടെ കാണിക്കുകയാണ്. ആ അച്ഛന് വേദനയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുള്ളതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ആദ്യത്തെ കുട്ടി ഇങ്ങനെ വന്നപ്പോൾ, ജനിച്ചപ്പോൾ ആ കുട്ടിയെ ഒരു ദുഷ്ടൻ്റെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ ദുഷ്ടൻ ആ കൊച്ചിനെ വെച്ച് എന്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സ് വരും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗമല്ലേ വസുദേവരും ദേവകിയമ്മയും ചെയ്തു? 6 പ്രാവശ്യം പിഞ്ചു കുഞ്ഞുങ്ങളെ. ആ ദേവകിയമ്മയുടെ വിഷമം എന്തായിരിക്കും തോന്നില്ലേ? ഞാൻ അതൊന്ന് കാണിക്കാമെന്നില്ല, അപ്പോൾ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഹാഭാരതത്തിലെ ആ സീൻ കാണിച്ചപ്പോഴേ എന്ത് പറ്റി, ഇത് എന്താ പറയുന്നത്, ഇത് ലൈഫ് ബ്ലോക്കായി. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടു കഴിയട്ടെ. അതുകൊണ്ട് കുഞ്ഞിന് വിട്ടുവീഴാനുള്ള വേദന വർദ്ധിക്കുകയുള്ളൂ. കുഞ്ഞിനെ തരും, ഞാനെന്റെ സത്യം പാലിക്കട്ടെ. ഒരു ദിവസമെങ്കിലും കണ്ടിട്ട് കൊണ്ടുപോയാൽ പോലെ സ്വന്തം കുഞ്ഞിനെ പൊരിഞ്ഞു കൊടുക്കാൻ ഒരമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരും? അച്ഛനോട് പുസ്തകമല്ലേ, പക്ഷെ വിധിക്ക് വഴങ്ങാൻ വെക്കുമോ? എന്നെ വിഷമിപ്പിക്കരുത്. ഞങ്ങളുടെ ആദ്യത്തെ പുത്രൻ വാഗ്ദത്തമനുസരിച്ച് ജനിച്ച ഉടൻ ഞാൻ കൊണ്ടുപോകും. അവന്റെ അമ്മയുടെ കരച്ചിൽ പോലും അവഗണിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ സത്യസന്ധതയെ നാം അഭിനന്ദിക്കും. ഈ കുഞ്ഞെങ്കിലും നമ്മുടെ ശത്രുവാണ്. പോരെങ്കിൽ നിങ്ങളുടെ 8ാമത്തെ പുത്രനല്ലേ നമ്മൾ നിഗ്രഹിക്കുമെന്ന ശരി. അതിന് ഈ കുഞ്ഞിനെ കൊല്ലുന്നത് എന്തിന്? കൊണ്ടുപോയി വളർത്തും. ഈ കാരുണ്യം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കംസൻ ഒരിക്കലും ശിശുഹത്യ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. വിശേഷിച്ചും വാത്സല്യം നിറഞ്ഞ സ്വന്തം സഹോദരിയുടെ സന്താനം കൊണ്ടുപോകും. വെള്ളം കഴിഞ്ഞു ദേവി. എന്റെ സഹോദരൻ ഈ കുഞ്ഞിനെ നോക്കാൻ തിരിച്ചു വന്നു ദേവി. ഈ കുഞ്ഞ് ജീവിക്കാൻ പാടില്ല. നിന്റെ എല്ലാ സന്താനങ്ങളും നശിക്കണം. മഹർഷി, അവൻ നമ്മുടെ ശത്രു. നമ്മെ കൊല്ലുമെന്ന് അശരീരി പ്രവചിച്ച അവൻ ഇരിക്കാൻ പോവുകയല്ലേ? കംസരാജനെ കൊല്ലാൻ ഒരുവൻ ഉണ്ടാവുകയോ? നാരായണ, അവൻ അന്യനല്ല, നമ്മുടെ സഹോദരി പുത്രൻ. അവനാണ് നമ്മുടെ ശത്രു. അത് അറിഞ്ഞിട്ടും അങ്ങ് അടങ്ങിയിരിക്കുകയാണ്. കംസൻ അത്ര മഠയനോ? ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് നമ്മുടെ ശത്രുവെങ്കിലും അവൾ ഇതുവരെ പ്രസവിച്ച 7 സന്താനങ്ങളെയും നാം കാലപുരിക്ക് യാത്രയാക്കി. മഹാധീരൻ. അവളുടെ 8ാമത്തെ പുത്രന്റെ ജനനം നാം അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവൻ പുറത്താലുടൻ മരണഭീതി ആരംഭിക്കും. എന്ത്? ആ കുഞ്ഞിന് ശരി പറട്ടെ. അവനെ ഞാൻ എന്റെ കയ്യിലിട്ട് ഞെരിച്ച് കൊല്ലും. നാരായണ, കംസരാജന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും പേടിച്ച് ഉറച്ച് നമ്മുടെ കാറ്റുവട്ടിൽ അകന്നു കിടക്കുന്നു. ഇനി സ്വർഗവും പാതാളവും കംസൻ പിടിച്ചടക്കും. ദേവേന്ദ്രനെ നമ്മുടെ ദ്വാരപാലകരാക്കി നിർത്തും. സൂര്യചന്ദ്രന്മാരെ കൊണ്ട് നാം പാലം ഗ്രഹിക്കും. ലക്ഷ്മിയും സരസ്വതിയും നമുക്ക് വെച്ചാമരം വീശും. ദേവലോകവാസികളെ എല്ലാം നാം പരിചാരകന്മാരാക്കി മാറ്റും. നാളെ പൂവകാധിപതി കംസന്റെ രാജപഥത്തിൽ ഗന്ധർവ കിന്നര സ്ത്രീകളുടെ ഗാനധാര അരയടിക്കും. ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ അപ്സരസുകൾ നൃത്തം വയ്ക്കും.
ഞാൻ അവതരിക്കുന്ന മുഹൂർത്തം സമാഗതമായി. ജനിച്ച ഉടനെ തന്നെ എന്നെ അമ്പാടിയിലേക്ക് കൊണ്ടുപോയി നന്ദഗോപരുടെ ഗ്രഹത്തിൽ യശോദയുടെ അരികിൽ കിടത്തിയിട്ട് പകരം അവരുടെ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരുക. കൊള്ളാമല്ലേ? 10 കുചേല എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ വേറൊരു രംഗമുണ്ട്. ദേവകി അമ്മ ആ പാട്ട് ഭയങ്കര ഇമോഷണലാണ്. ദേവകി അമ്മ പറയും, ഭഗവാൻ തന്നെ മകനായിട്ട് വന്നിട്ടും ഈ അമ്മയുടെ വിഷമത്തിനൊരു എൻഡില്ലല്ലോ. എന്തുമല്ലേ കേൾപ്പിക്കുക. അത് ശരിയാണേ. പൂതനെ കൊല്ലുന്നവരെയും ഈ ഒരു പാട്ടൊന്ന് കേൾക്കണേ.
ആ വരികൾ കേട്ടോ. മാനസവേദനയോടുകൂടി 10 മാസം ചുമന്ന മാധവൻ തന്നെ മകനായി വന്നിട്ടും അമ്മയ്ക്കൊരു ദുഃഖത്തിന് ശമനമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ദേവകി അമ്മ ഭഗവാന്റെ തന്നെ അമ്മയാണ്. ആ ഗർഭത്തിൽ നിന്നാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ജഗന്നാഥൻ, ആ ജഗത്തിന്റെ മുഴുവൻ ജഗത് ജനനിയാണ് ദേവകി അമ്മയും യശോദ അമ്മയും. അതേപോലെ ഒരു ദുഃഖം ഈ ലോകത്ത് വേറെ ഉണ്ടോന്ന് സംശയമാണ്. അപ്പൊ ദേവകി അമ്മ പറയുക, സാക്ഷാൽ മാധവൻ തന്നെ മകനായിട്ട് വന്നിട്ടും ഇത്രയും ദുഃഖത്തോടു കൂടി 10 മാസം ഞാൻ ചുമന്നതാണ്. അതിനു മുമ്പേ 6 കുട്ടികളുടെ മരണം ഞാൻ കണ്ടു. കൺമുന്നിൽ വെച്ച് പ്രസവിച്ച കുട്ടികളെ ഭിത്തിയിലടിച്ച് കല്ലിലടിച്ച് കൊല്ലുകയാണ്. അതെല്ലാം ഞാൻ കണ്ടു. ഇത്രയും വേദനയോട് കൂടി ഞാൻ നിന്നെ 10 മാസം ചുമന്നു. വസുദേവർ അനുഭവിച്ച ആ ഒരു ഇമോഷണൽ മെന്റൽ ടോർച്ചർ ഉണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളെപ്പോഴും അവർ ചെയ്ത തപസ്സയെക്കുറിച്ച് ആലോചിക്കുന്നത്, പക്ഷേ ഈ ഒരു ടോർച്ചർ ഉണ്ടല്ലോ, ഭയങ്കര ടോർച്ചറാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ മകനായിട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. 10 മാസം ചുമന്ന ഒരു കൊച്ചിനെ കൺമുന്നിൽ വെച്ച്, ഒരു അമ്മയുടെ കൺമുന്നിൽ വെച്ച് കല്ലിലെറിഞ്ഞ് കൊല്ലുമ്പോൾ എന്തുമായിരിക്കും അത് വിഷമം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റും അത്രയും വലിയ ദുഃഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് ഒരു പ്രാവശ്യമോ? 6 പ്രാവശ്യം. 6 പ്രാവശ്യം. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഒരാളിരിപ്പുണ്ട്. അപ്പോ ഭഗവാൻ മനഃപൂർവ്വം ബൽറാംജിയെ മാറ്റാൻ ബൽറാംജി ഇതേപോലെ കൊല്ലാൻ നോക്കിയ 8ാമത്തെ കൗണ്ടൊന്നും നോക്കത്തില്ല. 7ആണോ 8ഓ അപ്പൊ തന്നെ കൈ കിട്ടുന്ന എടുത്ത് കംസന്റെ തലകിട്ട് കൊട്ടും. കംസൻ വിചാരിച്ച കംസനെ പേടിച്ചിട്ട് 7ാമത്തെ കൊച്ച് ഗർഭം അലസിപ്പോയത്. പക്ഷെ കംസന്റെ ഭാഗ്യം ഭഗവാൻ രോഹിണി അമ്മയുടെ ഗർഭത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ കംസന് ഇത്രയും ആയുസ് കിട്ടത്തില്ല. അപ്പോ ദേവകിയമ്മ അനുഭവിച്ച ആ ദുഃഖം, 6 കുട്ടികൾ കൺമുന്നിൽ ഒരു കല്ലില് അടിച്ചു കൊല്ലുന്ന ആ രംഗം ഒന്ന് ചിന്തിച്ചു. എന്തുവല്ലേ, ഇത്രയും ഒരു ദുഷ്ടൻ, ഹിരണ്യകശിപു പോലും ചിലപ്പോൾ ഇത്രയും വലിയൊരു ദുഷ്ടനാണെന്ന് സംശയം. കംസൻ എന്ന് പറഞ്ഞാൽ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തു. ഹരേ കൃഷ്ണ. എല്ലാവരും ജന്മാഷ്ടമി ഇവിടെ വരിക. കൃഷ്ണ കംസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഭഗവാൻ നല്ല നെഞ്ച് നോക്കി ഒരു ഇടി കൊടുക്കുന്നുണ്ട് കംസിന്റെ. അതൊക്കെ നേരിട്ട് കാണാൻ പറ്റും. ഇപ്പൊ അത് കാണാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് സീന്, ഒരു മിനിറ്റ്.
ക്ഷമിക്കണം, ഇടയ്ക്ക് നെറ്റ് കിട്ടുക കേട്ടോ. നെറ്റ് ഭയങ്കര ആയോ? अपनी शक्ति के घमंड से लोगों पर अत्याचार कर रहा था महाबली कंस। तब मानव जाति को बचाने आया एक नन्हा योद्धा। मोर पंख माथे पे चढ़ा और होठों पर मुस्कान रे, आसुर जाए बंसी बजाए वो राधा का शाम रे, जीत वो पाप का हर संग्राम रे, हर जाएगा उसका ही अब राम रे, राम रे। मेरा काल जहां भी होगा मैं उसका विनाश कर दूंगा। नटखट कृष्ण और दुष्ट कंस की महान कथा पूरे परिवार के साथ मामा मैं आ गया। इस जन्माष्टमी पहली बार 3D में। എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇവിടെ ജന്മാഷ്ടമിക്ക് 16-ാം തീയതി ഭക്തരുമായിട്ടിരുന്ന് വലിയ സ്ക്രീനിൽ നിന്നിട്ട് ഇത് കാണാൻ പറ്റും. പറ്റുന്നവരെല്ലാവരും വരിക. എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പറല്ലേ? അതിൻ്റെ അവസാനം ഭഗവാൻ ഒരു ഇടിയുണ്ട് കംസൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ അച്ഛനെയും അമ്മയെ വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരിടി. ഇതെൻ്റെ 6 സഹോദരന്മാരെ കൊന്നതിന് അടുത്തൊരു ഇടി. ഇനി ഗോകുല വൃന്ദാവനവാസികൾക്കെതിരെ ചെയ്ത ആദ്യം. പിന്നെ ഈ ഇത്രയും പാവപ്പെട്ട എത്രയോ വേദനയും ദ്രോഹിച്ചതിനെ ഇന്നാന്ന് പറഞ്ഞിട്ട് ഒരു നെഞ്ചത്ത് ടപ്പെന്ന് പറഞ്ഞിട്ടൊരു ഇടിയുണ്ട്. അതോടുകൂടി കംസൻ ഹരിബോൽ. ഹരേ കൃഷ്ണ. ഓക്കെ, ജന്മാഷ്ടമിക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ ജന്മാഷ്ടമി അടുത്ത മാസമാണ്. പക്ഷേ ഈ ലോകമെമ്പാടും ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് 16-ാം തീയതിയാണ്. അതുകൊണ്ട് രാത്രി വരെ കീർത്തനമൊക്കെ ചെയ്ത് ഭഗവാന്റെ ഈ സിനിമയെ കണ്ട് 12 മണിയാകുമ്പോൾ നമ്മൾ അഭിഷേകം ചെയ്ത് ഭഗവാനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മദൻ ഗോപാൽജി. സോ എല്ലാവർക്കും ജന്മാഷ്ടമി ദിവസം സ്വാഗതം. തീർച്ചയായിട്ടും വരണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഭക്തിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എത്രത്തോളം നമ്മൾ ഭഗവാനായിട്ട് അടുക്കുന്നോ അത്രത്തോളം മാനസികമായിട്ടുള്ള പീഡനം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ദേവകിയമ്മ കണ്ടില്ലേ ഭഗവാൻ? ആ വരികൾ നിങ്ങൾ കേട്ടോ? എത്ര ഭയങ്കര വിഷമമല്ലേ? ഒന്നുകൂടെ കേൾക്കാം നമുക്കല്ലേ? നോക്കാറുണ്ട്. മാധവൻ തന്നെ മകനായി വന്നിട്ടും ഈ അമ്മയുടെ വേദനയ്ക്ക് ഒരു കുറവില്ലല്ലോ മോനെ. എന്തുവല്ലേ? കാണുവോ കണ്ണീ മുക്കണ
ഹരേ കൃഷ്ണ. നമുക്കിനി വൈകുന്നേരം സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ദേവകി മയ്യ की जय, वसुदेव जी की जय, नंद महाराज की जय, यशोदा मैया की जय.